അടുത്ത എന്താ നമുക്ക് തന്നേക്കുന്നത്? എ ബലൂൺ വിച്ച് ഓൾവേസ് റിമെയിൻസ് സ്പെറിക്കൽ ഓൺ ഇൻഫ്ലേഷൻ ഈസ് ബീങ് ഇൻഫ്ലേറ്റഡ് ബൈ പമ്പിങ് ഇൻ 900 ക്യൂബിക് സെൻറ്റിമീറ്റർ ഓഫ് ഗ്യാസ് പെർ സെക്കൻഡ്. അതായത് എന്ത് ചെയ്യുക? ആ ഗ്യാസ് ഇടിച്ച് കയറ്റിക്കൊണ്ടിരിക്കുക, ഒരു ബലൂൺ ഊതി വീർപ്പിച്ചുകൊണ്ടിരിക്കുക. ആ ബലൂൺ ഊതി വീർപ്പിക്കുന്നത് എങ്ങനെയാണ്? 900 ക്യൂബിക് സെൻറ്റിമീറ്റർ ഓഫ് ഗ്യാസ് ഒരു സെക്കൻഡിൽ എന്ത് ചെയ്യുന്നുണ്ട്? അതിനകത്തോട്ട് ബലൂണിനകത്തോട്ട് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ ബ്ലോ ചെയ്യുന്നുണ്ട് അല്ലേ? ഫൈൻഡ് ദ റേറ്റ് അറ്റ് വിച്ച് ദ റേഡിയസ് ഓഫ് ദ ബലൂൺ ഇൻക്രീസ്. Find the rate at which the radius of the balloon increases when radius is 15 centimeter. So കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നത് എന്താ? dr/dt എന്ത് ചെയ്തേക്കുന്നത്? കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നത് അറ്റ് r ഈസ് ഈക്വൽ ടു എന്താ? 15 സെൻറ്റിമീറ്റർ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, നമ്മളത് കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നത് dr/dt അറ്റ് r ഈസ് ഈക്വൽ ടു 15. നമുക്ക് തന്നേക്കുന്ന ഇൻഫർമേഷൻ എന്താ? ബലൂൺ എപ്പോഴും സ്പെറിക്കലായിട്ടായിരിക്കും റിമെയിൻ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അത് ഒന്നുമില്ല, സ്പിയർ ആണല്ലോ. സ്പിയറിൻ്റെ വോളിയം നമുക്ക് എന്ത് ചെയ്യാം? കണ്ടുപിടിക്കാം അല്ലയോ? സ്പിയറിൻ്റെ വോളിയം എങ്ങനെയാണ് കൂടുന്നത്? നമുക്കറിയാം. എത്ര ഗ്യാസ് അകത്തോട്ട് കയറ്റുന്നത്? 900 സെൻറ്റിമീറ്റർ ക്യൂബ് പെർ സെക്കൻഡിലാണ് ഗ്യാസ് എന്ത് ചെയ്തേക്കുന്നത്? അകത്തോട്ട് കയറ്റുന്നത്. അപ്പോൾ വോളിയം എന്ത് ചെയ്യും? 900 സെൻറ്റിമീറ്റർ ക്യൂബ് എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. ഇടയിൽ നിങ്ങളൊന്ന് ആലോചിക്കുക, 900 സെൻറ്റിമീറ്റർ, ഞാൻ 1 സെൻറ്റിമീറ്റർ ക്യൂബ് പെർ സെക്കൻഡിലാണ് വോളിയം അകത്തോട്ട് കയറ്റുന്നതെങ്കിൽ ബലൂൺ എങ്ങനെ വീർക്കും? 1 സെൻറ്റിമീറ്റർ ക്യൂബ് വെച്ചിട്ട് ബലൂണിൻ്റെ വോളിയം എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. ഞാനിവിടെ കൊടുക്കുന്നത് എത്ര? 900 ക്യൂബിക് സെൻറ്റിമീറ്റർ ഗ്യാസ് എന്ത് ചെയ്യുക? അകത്തോട്ട് വരിക. അപ്പോൾ 900 ക്യൂബിക് സെൻറ്റിമീറ്റർ എന്ത് ചെയ്യും? ബലൂൺ വീർക്കുകയും ചെയ്യും അല്ലേ? എത്ര വോളിയം അകത്തോട്ട് കൊടുക്കുന്നു അത്രയും വോളിയം ബലൂണിൻ്റെ എന്ത് ചെയ്യണം? ഇൻക്രീസ് ചെയ്യണം. വേണ്ടേ? വേണം. സോ ശരിക്കും പറഞ്ഞാൽ ബലൂണിൻ്റെ വോളിയം ഇൻക്രീസ് ചെയ്യുന്ന റേറ്റാണ് എന്ത് ചെയ്തേക്കുന്നത്? തന്നേക്കുന്നത്. നമുക്കിവിടെ ബലൂണിനകത്തോട്ട് ഊതി നിറയ്ക്കുന്ന കാറ്റാണ് തന്നേക്കുന്നത് അല്ലയോ? എത്രത്തോളം വോളിയം കാറ്റകത്തോട്ട് ഊതി നിറയ്ക്കുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എന്താ തന്നേക്കുന്നത്? എത്രത്തോളം കാറ്റകത്തോട്ട് ഊതി നിറയ്ക്കുന്നു അത്രത്തോളം ബലൂൺ എന്ത് ചെയ്യും? വീർക്കും. ഉറപ്പല്ലേ? ഉറപ്പാണ്. സോ ശരിക്കും തന്നേക്കുന്നത് എന്താ? ബലൂണിൻ്റെ വോളിയം ഇൻക്രീസ് ചെയ്യുന്ന റേറ്റാണ്. ഓക്കെ ആണേ? ഓക്കെ, അപ്പോൾ ബലൂണിൻ്റെ വോളിയം ഇൻക്രീസ് ചെയ്യുന്ന റേറ്റാണെന്നും പറഞ്ഞ് ഡയറക്റ്റ് ആണോ തന്നേക്കുന്നത്? അല്ല. പകരം പറഞ്ഞേക്കുന്നത് എന്തുവാ? ബലൂണിനകത്തോട്ട് എത്ര വോളിയം കാറ്റാണ് എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്? കയറ്റിക്കൊണ്ടിരിക്കുന്നതെന്നാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ തന്നേക്കുന്നത് എന്ത് തന്നെയാണ്? ബലൂണിനകത്ത് എത്രത്തോളം വോളിയം കാറ്റാണോ കൊടുക്കുന്നത് അത്രയും ബലൂൺ എന്ത് ചെയ്യും? വീർക്കും. സോ ശരിക്കും പറഞ്ഞാൽ ബലൂൺ വീർക്കുന്ന റേറ്റ് തന്നെയാണ് എന്ത് ചെയ്തേക്കുന്നത്? നമുക്ക് തന്നേക്കുന്നത്. ഓക്കെ ആണേ? ഓക്കെ, സോ തന്നേക്കുന്നത് ആരെയാ? dv/dt തന്നേക്കുന്നത്. എത്ര അത്? 900 സെൻറ്റിമീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് എന്ന് തന്നിട്ടുണ്ട്. 900 സെൻറ്റിമീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെ ഇതാ നോക്കിയേ, dv/dt തന്നിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആരെയാ? dr/dt. എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്ക് തന്നേക്കുന്നത് ആരെയാ? dv/dt വിച്ച് ഈസ് ഈക്വൽ ടു dv/dt എന്ന് പറഞ്ഞാൽ എന്താ? d/dt ഓഫ് വോളിയം എന്താ? ബലൂണിൻ്റെ വോളിയം. ബലൂൺ എന്ന് പറഞ്ഞാൽ സ്പിയറാണ്. സ്പിയറിൻ്റെ വോളിയം എന്താ? വോളിയം ഓഫ് എ സ്പിയർ എന്താ? 4/3 πr³. പഠിച്ചു വെച്ചോ. സ്പിയറിൻ്റെ വോളിയം എന്താ? കുഞ്ഞു ക്ലാസ് തൊട്ടേ പഠിക്കുന്നത് എത്ര? 4/3 πr³. സ്പിയറിൻ്റെ വോളിയം എന്താ? 4/3 πr³. സോ 4/3 വോളിയത്തിന് പകരം നമുക്ക് കൊടുക്കാം 4/3 πr³. 4/3 കോൺസ്റ്റൻറ്റ് വെളിയിലെഴുതി, പൈ കോൺസ്റ്റൻറ്റ് വെളിയിലെഴുതി, ഇൻറ്റു എന്താ ചെയ്യേണ്ടത്? dr³/dt വിച്ച് ഈസ് ഈക്വൽ ടു, ഇത് എത്ര തന്നിട്ടുണ്ട് നമുക്ക്? ഇത് ആൾറെഡി നമുക്ക് തന്നിട്ടുണ്ട്. dv/dt എത്ര? 900 തന്നിട്ടുണ്ട് നമുക്ക് അല്ലയോ? സോ 4/3 പയ്യെ ഞാൻ എന്ത് ചെയ്യാൻ പോവാ? റൈറ്റ് ഹാൻഡ് സൈഡിലോട്ട് കൊണ്ടുപോകാൻ പോവാ. സോ അല്ലെങ്കിൽ വേണ്ട, അതാണ്ട ഇങ്ങനെ തന്നെ എഴുതാം. 4/3 പൈ ഇൻറ്റു d/dt ഓഫ് r³. r³ ഡെറിവേറ്റീവ് എന്താ? 3r². r³ ഡെറിവേറ്റീവ് എന്താ? 3r² ഇൻറ്റു വിത്ത് റെസ്പെക്ട് ടു ടിയിലായിരുന്നു. വിത്ത് റെസ്പെക്ട് ടു ആറിലായിരുന്നെങ്കിൽ 3r² കഴിഞ്ഞായിരുന്നു. പക്ഷേ വിത്ത് റെസ്പെക്ട് ടു ടിയിലായിരുന്നുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇൻറ്റു dr/dt കൂടെ ചെയ്യണം. ഓക്കെ, ഇത് എത്ര തന്നിട്ടുണ്ട്? 900 ആണ് തന്നിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആരെയാ? dr/dt. നമുക്ക് കണ്ടുപിടിക്കേണ്ട ആരെയാ? dr/dt. സോ dr/dt അവിടെ ഇടും. ബാക്കിയുള്ളവന്മാരെല്ലാം എന്ത് ചെയ്യും? നമ്മളങ്ങ് അപ്പുറം കൊണ്ടുപോകും അല്ലേ? നമ്മളങ്ങനല്ലേ കണ്ടുപിടിക്കുന്നത്? അങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് അല്ലയോ? സോ dr/dt ഞാൻ അവിടെ ഇട്ടു. ബാക്കിയുള്ളവന്മാരെല്ലാം ഞാൻ ഇനി എന്ത് ചെയ്യാൻ പോവാ? അപ്പുറം കൊണ്ടുപോകാൻ പോവാ. അവിടെ ആൾറെഡി ആരുണ്ടായിരുന്നൊരു 900 ഉണ്ടായിരുന്നു. ഈ 3 അവിടെ കൊണ്ടുപോകുമ്പോൾ എന്ത് ചെയ്യും? ഇൻറ്റു 3 ആവും. ഇവിടെ ഡിവൈഡഡ് ബൈ ആയിരുന്നു, അപ്പുറം പോകുമ്പോൾ ഇൻറ്റു ആവും. ഇനി ആരൊക്കെയുണ്ട്? 4നെ അപ്പുറം കൊണ്ടുവരുമ്പം ഡിവൈഡഡ് ബൈ 4 ആവും. പൈ അപ്പുറം കൊണ്ടുവരുമ്പം ഡിവൈഡഡ് ബൈ പൈ ആവും. ഈ 3r² അപ്പുറം കൊണ്ടുവരുമ്പം അതും താഴെ പോവും.
ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നത് ക്യാൻസൽ ചെയ്യാം. 3യും നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ക്യാൻസൽ ചെയ്യാം. സോ dr/dt നമുക്ക് കിട്ടിക്കഴിഞ്ഞു. dr/dt എത്ര, dr/dt എത്ര നമുക്ക് കിട്ടിയത് 900/4π ഇൻറ്റു എന്താ 4π ഇൻറ്റു r². ഓക്കെ ആണേ. ഓക്കെ, ഇനി നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് എന്താ, r². r അറ്റ് എത്രയിലാണ് കണ്ടുപിടിക്കേണ്ടത്, dr/dt അറ്റ് r ഈസ് ഈക്വൽ ടു എത്ര, 15 നമുക്ക് എന്ത് ചെയ്യേണ്ടത്, കണ്ടുപിടിക്കേണ്ടത്. ഒന്നുമില്ല, rന് എന്ത് കൊടുക്കുക, 15 കൊടുക്കുക. സോ 900/4π ഇൻറ്റു r². r ഈസ് ഈക്വൽ ടു 15. സോ 15ൻ്റെ സ്ക്വയർ അതായത് 15 ഇൻറ്റു 15. ഓക്കെ, എന്താ 15 ഇൻറ്റു 15 വിച്ച് ഈസ് ഈക്വൽ ടു, ക്യാൻസൽ ചെയ്യാൻ പറ്റുമോ, നമുക്ക് ക്യാൻസൽ ചെയ്യാം. 15നെയും 90യും കൂടെ ക്യാൻസൽ ചെയ്യാൻ പറ്റത്തില്ലയോ, ക്യാൻസൽ ചെയ്യാൻ പറ്റും. 15 ഇൻറ്റു എത്ര, 90. 15ഉം 15ഉം 30. 15ഉം 15ഉം 30. 15ഉം 15ഉം 30. സോ 15 ഇൻറ്റു എത്ര, 6 അല്ലേ. ഓക്കെ, സോ 15 ഇൻറ്റു 6 ചെയ്താൽ മതി, എത്ര നമുക്ക് ആൻസർ കിട്ടും അല്ലയോ. ഓക്കെ, സോ ഇത് ക്യാൻസൽ ചെയ്യുമ്പോൾ 60 കിട്ടും. ഇനി നമുക്ക് എന്ത് ചെയ്യാം, 15നെയും 60യും കൂടെ വേണമെങ്കിൽ ക്യാൻസൽ ചെയ്യാം. 15നെയും 60യും കൂടെ ക്യാൻസൽ ചെയ്യുമ്പോൾ എത്ര കിട്ടും, 15ഉം 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 15 അല്ലേ. സോ 15 4. സോ 60യും കൂടെ ക്യാൻസൽ ചെയ്ത് കഴിയുമ്പം 4 കിട്ടും. ഓക്കെ, സോ ഈ 4ഉം ഈ 4 കൂടെ ക്യാൻസൽ ചെയ്യാം, നമുക്ക് ആൻസർ എന്ത് കിട്ടും, 1/π എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടോ, ക്യാൻസൽ ചെയ്ത് കളഞ്ഞാൽ കൺഫ്യൂഷൻ ഉണ്ടോ, മനസ്സിരുത്തി സമാധാനത്തിൽ ചെയ്തു നോക്ക്. ഓക്കെ, മനസ്സിരുത്തി സമാധാനത്തിൽ ചെയ്ത് നോക്ക്. ക്യാൻസൽ ചെയ്യാനൊന്നും ഇനി പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല, കുഞ്ഞു ക്ലാസ് മുതലേ ക്യാൻസൽ ചെയ്ത് കളയുന്നതാണ് അല്ലേ. സോ അത് മനസ്സിരുത്തി സമാധാനത്തിൽ ക്യാൻസൽ ചെയ്ത് നോക്ക്. ആൻസർ എന്ത് കിട്ടും, 1/π. dr/dt അല്ലയോ, അതായത് സെൻറ്റിമീറ്റർ പെർ എന്താ, സെൻറ്റിമീറ്റർ പെർ, അതാണ്ട് ഇവിടെ എല്ലാം തന്നേക്കുന്നത് എന്താ, പെർ സെക്കൻഡ്. സോ ആൻസർ കിട്ടുമ്പോൾ സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ ആണേ. ഓക്കെ, സോ dr/dt റേഡിയസാ, സെൻറ്റിമീറ്ററാ. സോ സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ്. 1/π സെൻറ്റിമീറ്റർ പെർ സെക്കൻഡിലാണ് എന്ത് ചെയ്യുന്നത്, ബലൂണിൻ്റെ റേഡിയസ് എന്ത് ചെയ്യുന്നത്, ചേഞ്ച് ചെയ്യുന്നത്. ഓക്കെ, അറ്റ് r ഈസ് ഈക്വൽ ടു 15. നോക്കാം, അടുത്ത പ്രോബ്ലം നോക്കാം. നെക്സ്റ്റ് പ്രോബ്ലം അതാ നോക്കിയാൽ ഇവിടെ വീണ്ടും ഒരു ബലൂൺ വന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം എന്ത് സംഭവം. എ ബലൂൺ വിച്ച് ആൾവേസ് റിമെയിൻസ് സ്പെറിക്കൽ ഹാസ് എ വേരിയബിൾ റേഡിയസ്. ഓക്കെ, ബലൂൺ എപ്പോഴും എന്താ, സ്പെറിക്കലായിട്ട് നിൽക്കുക. സോ ആ വോളിയത്തിൻ്റെ ഇക്വേഷൻ എടുക്കാൻ വേണ്ടിയാ ആൾവേസ് റിമെയിൻസ് സ്പെറിക്കൽ നമുക്ക് പറയുന്നത്. ഓക്കെ, എ ബലൂൺ വിച്ച് ആൾവേസ് റിമെയിൻസ് സ്പെറിക്കൽ ഹാസ് എ വേരിയബിൾ റേഡിയസ് വേരി ചെയ്യുന്നുണ്ട്. ഫൈൻഡ് ദ റേറ്റ് അറ്റ് വിച്ച് ദ വോളിയം ഈസ് ഇൻക്രീസിങ് വിത്ത് ദ റേഡിയസ്. വോളിയം ഈസ് ഇൻക്രീസിങ് വിത്ത് ദ റേഡിയസ്. ഓക്കെ, when the latter is 10 centimeter, when the latter is 10 centimeter, അതായത് റേഡിയസ് എപ്പോഴാണ് 10 സെൻറ്റിമീറ്റർ ഉള്ളതെന്നാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, when the radius is 10 സെൻറ്റിമീറ്റർ എന്ന് തന്നെയാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, സോ എന്താ ചോദിച്ചേക്കുന്നത്, എ ബലൂൺ വിച്ച് ഓൾവേസ് റിമെയിൻസ് സ്പെറിക്കൽ ഹാസ് എ വേരിയബിൾ റേഡിയസ്, ഫൈൻഡ് ദ റേറ്റ് അറ്റ് വിച്ച് ഇറ്റ്സ് വോളിയം ഇൻക്രീസിങ്. വോളിയം ഇൻക്രീസ് ചെയ്യുന്ന റേറ്റാണ് ചോദിച്ചേക്കുന്നത് വിത്ത് ദ റേഡിയസ്. സോ വിത്ത് റെസ്പെക്ട് എന്താ, റേഡിയസാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, വിത്ത് ദ റേഡിയസ് എന്ന് പറഞ്ഞുകൊണ്ട് റേറ്റ് അറ്റ് വിച്ച് ദ വോളിയം ഈസ് ഇൻക്രീസിങ് എന്ന് മാത്രമേ ഉള്ളായിരുന്നെങ്കിൽ എന്താ, dv/dt. പക്ഷേ വോളിയം ഈസ് ഇൻക്രീസിങ് വിത്ത് ദ റേഡിയസ്, അതായത് ഇവിടെ ചോദിച്ചേക്കുന്നത് എന്താ, വിത്ത് റെസ്പെക്ട് ടു റേഡിയസാണ്. ഞാൻ പറഞ്ഞു റേറ്റ് അറ്റ് വിച്ച് വോളിയം ഈസ് ചേഞ്ചിങ് എന്ന് മാത്രമേ ഉള്ളായിരുന്നെങ്കിൽ എന്താ, dv/dt. പക്ഷേ ഇവിടെ എടുത്ത് പറഞ്ഞിട്ടുണ്ട് റേറ്റ് ചേഞ്ച് ചെയ്യുന്ന റേറ്റാണ് കണ്ടുപിടിക്കേണ്ടത്, അതൊക്കെ ശരിയാണ്. പക്ഷേ എന്താ, വിത്ത് റെസ്പെക്ട് ടു എന്താ, റേഡിയസാണ് തന്നിരിക്കുന്നത്. സോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ, dv/dr. ഓക്കെ ആണേ. ഓക്കെ, സോ dv/dr ആണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, കണ്ടുപിടിക്കാനുള്ളത്. ഓക്കെ, കണ്ടുപിടിക്കാം. വോളിയം എന്താ, വോളിയം സ്പിയറിൻ്റെ വോളിയം എന്താ, 4/3πr³. dv/dr എന്താ, dv/dr d/dr ഓഫ് 4/3πr³ വിച്ച് ഈസ് ഈക്വൽ ടു 4/3. നമുക്ക് എന്ത് ചെയ്യാം, കോൺസ്റ്റൻറ്റ് പുറത്തെടുക്കാം, പൈയും കോൺസ്റ്റൻറ്റ് പുറത്തെടുക്കാം. r³ ഡെറിവേറ്റീവ് എന്താ, 3r². സോ 3യും ക്യാൻസലായിപ്പോയി, എന്ത് കിട്ടും, 4πr² എന്ന് കിട്ടും. എന്ത് കിട്ടും, 4πr² എന്ന് കിട്ടും. ഓക്കെ, 4πr² എന്ന് കിട്ടും. ഇനി ഇതാ നോക്കിയേ, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് dv/dr അറ്റ് r ഈസ് ഈക്വൽ ടു എന്താ, 10 സെൻറ്റിമീറ്റർ. r ഈസ് ഈക്വൽ ടു എന്താ, 10 സെൻറ്റിമീറ്റർ. വല്ല പാടുണ്ടോ, 4π, r-ന് പകരം എന്ത് കൊടുക്കുക, 10 കൊടുക്കുക, 10² വിച്ച് ഈസ് ഈക്വൽ ടു ആൻസർ എന്ത് കിട്ടി, 100π ഇൻറ്റു 4, അതായത് 400π.
ഓക്കെ 400 പൈ വോളിയമാണ്. വോളിയം എന്ന് പറയുമ്പോൾ സെൻറ്റിമീറ്റർ ക്യൂബ് പെർ റേഡിയസാ സെൻറ്റിമീറ്റർ ക്യൂബ് പെർ സെൻറ്റിമീറ്റർ. അതായത് 400 പൈ സെൻറ്റിമീറ്റർ ക്യൂബ് എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും റേഡിയസ് 1 സെൻറ്റിമീറ്റർ കൂടുമ്പോൾ പെർ സെൻറ്റിമീറ്റർ അല്ലേ. അപ്പോൾ റേഡിയസ് 1 സെൻറ്റിമീറ്റർ കൂടുമ്പോൾ വോളിയം എത്ര ചെയ്യും? 400 പൈ സെൻറ്റിമീറ്റർ ക്യൂബ് ഇൻക്രീസ് ചെയ്യും. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് 400 പൈ സെൻറ്റിമീറ്റർ സ്ക്വയർ, സെൻറ്റിമീറ്ററും 1 സെൻറ്റിമീറ്റർ ക്യാൻസൽ ചെയ്താൽ 400 പൈ സെൻറ്റിമീറ്റർ സ്ക്വയർ എന്നും യൂണിറ്റ് എഴുതാം. ഓക്കെ, ഞാൻ പറയും ഇങ്ങനെ എഴുതാം, സെൻറ്റിമീറ്റർ ക്യൂബ് പെർ സെൻറ്റിമീറ്റർ. അപ്പം ആ മീനിങ് നമുക്ക് മനസ്സിലാവും. എന്താ, 1 സെൻറ്റിമീറ്റർ റേഡിയസ് കൂടുമ്പോൾ 400 പൈ സെൻറ്റിമീറ്റർ ക്യൂബ് എന്ത് ചെയ്യും? അതിൻ്റെ വോളിയം ഇൻക്രീസ് ചെയ്യും. ഓക്കെ ആണേ? ഓക്കെ, നോക്കിയേ എന്താ ചോദിച്ചിരിക്കുന്നത് ഇവിടെ? എ ലാഡർ 5 meter long is leaning against a wall. The bottom of the ladder is pulled along the ground away from the wall at the rate of 2 centimeter per second. How fast is the height on the wall decreasing when the foot of the ladder is 4 meter away from the wall? Okay, നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന ഇൻഫർമേഷൻ എന്താ? എനിക്ക് മനസ്സിലായി, ഒരു വാളുണ്ട്, ഒരു ഭിത്തിയുണ്ട്. ആ ഭിത്തിയിൽ എന്ത് ചെയ്തേക്കും? ഒരു ലാഡർ ചാരി വെച്ചിട്ടുണ്ട്. ആ ലാഡറിന്റെ ലെങ്തും തന്നിട്ടുണ്ട്. എത്ര? അത് 5 മീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ ആണേ? ഓക്കെ, ഇനി ഞാൻ പറഞ്ഞേക്കുക എന്താ, ഈ ലാഡറിനെ ഞാൻ എന്ത് ചെയ്യുക? ഒരു 2 സെന്റിമീറ്റർ പെർ സെക്കൻഡ് വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യുക? അടിയിൽ പിടിച്ച് വലിക്കുക അല്ലേ. എനിക്കകത്ത് ആള് കയറി ഇരിക്കുമ്പോൾ ഇങ്ങനെ ഒന്നും പിടിച്ച് വലിക്കരുത് കേട്ടോ. ഓക്കെ, സോ എന്ത് ചെയ്യുക? ഒരു 2 സെന്റിമീറ്റർ പെർ സെക്കൻഡിൽ ഫൂട്ട് എന്ത് ചെയ്യുക? വലിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും നമുക്കറിയാം, അതാണ്ട് ഈ സൈഡ് എന്ത് ചെയ്യും? താഴോട്ടും വരും. ഈ സൈഡ് എന്ത് ചെയ്യും? താഴോട്ടും വരും. അത് താഴോട്ട് വരുന്ന റേറ്റ് ആണ് എന്ത് ചെയ്തേക്കുന്നത്? ചോദിച്ചേക്കുന്നത്. ഓക്കെ ആണേ? ഓക്കെ, അപ്പൊ അതാണ്ട് ഫൂട്ട് ഇങ്ങോട്ട് പിടിച്ച് വലിക്കുന്നു. അപ്പൊ ഉറപ്പായിട്ടും എന്ത് ചെയ്യും? മുകൾ വശം താഴോട്ട് വരും. അത് താഴോട്ട് വരുന്നത് എത്ര റേറ്റിലാണെന്നാ ചോദിച്ചേക്കുന്നത്. കണ്ടോ? ഹൗ ഫാസ്റ്റ് ഈസ് ഇറ്റ്സ് ഹൈറ്റ് ഓൺ ദ വാൾ. ഹൗ ഫാസ്റ്റ് ഈസ് ഇറ്റ്സ് ഹൈറ്റ് ഓൺ ദ വാൾ. ഹൈറ്റ് ഓൺ ദ വാൾ ഡിക്രീസിങ്. ഓക്കെ ആണേ? ഓക്കെ, സോ അത് ഡിക്രീസ് ചെയ്യുന്ന റേറ്റ് ആണ് നമ്മൾ എന്ത് ചെയ്തേക്കുന്നത്? ചോദിച്ചേക്കുന്നത്. നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും ഈ പ്രോബ്ലം? അതാണ്ട് ശ്രദ്ധിച്ചിരുന്ന ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോ. ഈ പ്രോബ്ലം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ. നല്ലൊരു ക്വസ്റ്റ്യനാണ്. ഓക്കെ, നോക്കാം നമുക്ക് എങ്ങനെയാണ്. സിമ്പിൾ ആണ് ക്വസ്റ്റ്യൻ, ശരിക്കും പറഞ്ഞാൽ വർക്ക്ഔട്ട് ചെയ്യാൻ സിമ്പിൾ ആണ്. പക്ഷേ ആ ഒരു കോൺസെപ്റ്റ് നമുക്ക് പുതിയൊരു കോൺസെപ്റ്റ്, നമ്മളൊരു അന്തരീക്ഷത്തിൽ നിന്നും പുതിയൊരു സാധനം ഉണ്ടാക്കിയെടുക്കുന്നത് പോലെ നമ്മൾ എന്ത് ചെയ്യാൻ പോകും? ഒരു ഇക്വേഷൻ ഉണ്ടാക്കിയെടുക്കാൻ പോകും. ഇവിടെ ഒന്നുമില്ല, സിമ്പിൾ ആയിട്ട് ഇക്വേഷൻ ഉണ്ടാക്കാം. അതാ നോക്കിക്കേ, ഈ ലെങ്ത് y ആണെന്ന് വിചാരിക്കുക. ഈ ലെങ്ത് എന്താ? y ആണെന്ന് വിചാരിക്കുക. ഈ ലെങ്ത് എന്താ? x ആണെന്ന് വിചാരിക്കാമോ? വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ എനിക്കിവിടെ എന്ത് കിട്ടും? ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ കിട്ടും. എന്ത് കിട്ടും? റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ കിട്ടും. ഇതാ നോക്കിക്കേ, ഇതിങ്ങനെ താഴോട്ട് വന്ന് ദാണ്ടേ ഇത്രയും താഴോട്ട് വന്ന് വിചാരിക്കാം. എപ്പോ ഏത് പൊസിഷൻ നോക്കിയാലും ഈ ലെങ്ത് എത്ര തന്നെ? 5 തന്നെയാണ്. ഇത് എക്സും ഇത് വൈയും ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ എപ്പോഴും എന്താ നോക്കിയാൽ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു എന്തായിരിക്കും? 5 സ്ക്വയർ ആയിരിക്കും അല്ലയോ. അപ്പൊ നമുക്കൊരു ഇക്വേഷൻ ഉണ്ടാക്കാൻ പറ്റി. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു 5 സ്ക്വയർ. നമ്മുടെ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി? ഇക്വേഷൻ ഉണ്ടാക്കാൻ പറ്റി. ഇനി എനിക്ക് മനസ്സിലായി, ഈ എക്സ് ചേഞ്ച് ചെയ്യുന്ന റേറ്റ് തന്നിട്ടുണ്ട്. ഈ എക്സ് ചേഞ്ച് ചെയ്യുന്ന റേറ്റ് തന്നിട്ടുണ്ട്. എത്ര? 2 സെന്റിമീറ്റർ പെർ സെക്കൻഡ്. അതായത് വലിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്ത് ചെയ്യും? അതുകൊണ്ട് നമ്മളിങ്ങനെ ഈ ഫൂട്ട് പിടിച്ച് വലിക്കുമ്പോൾ എക്സ് എന്ത് ചെയ്യുക? ചേഞ്ച് ചെയ്യുക. എക്സ് ചേഞ്ച് ചെയ്യുന്ന റേറ്റ് തന്നിട്ടുണ്ട്. എത്ര? 2 സെന്റിമീറ്റർ പെർ സെക്കൻഡ്. അങ്ങനെയാണെങ്കിൽ വൈ ചേഞ്ച് ചെയ്യുന്ന റേറ്റാണ് നമ്മൾ എന്ത് ചെയ്തേക്കുന്നത്? ചോദിച്ചേക്കുന്നത്. റേറ്റ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യും? ഞാൻ നോക്കിയേ, ഇവിടെ ക്വസ്റ്റിനെ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഹൗ ഇതാണ് റേറ്റ് തന്നേക്കുന്നത് 2 സെന്റിമീറ്റർ പെർ സെക്കൻഡ്. അപ്പം ചേഞ്ച് ഇൻ എക്സ് വിത്ത് റെസ്പെക്ട് എന്താ തന്നേക്കുന്നത്? നമുക്ക് ചേഞ്ച് ഇൻ എക്സ് വിത്ത് റെസ്പെക്ട് ടൈമാ തന്നേക്കുന്നത് അല്ലയോ. റേറ്റ് ഓഫ് ചേഞ്ച് ആ തന്നേക്കുന്നത്. റേറ്റ് ഓഫ് ചേഞ്ച്. ഓക്കെ, ഹൗ ഫാസ്റ്റ് ഈസ് ഇറ്റ്സ് ഹൈറ്റ് ഓൺ ദ വാൾ ഡിക്രീസിങ്. അപ്പൊ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഡി വൈ ബൈ ഡി ടി ആണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ? ഡി വൈ ബൈ ഡി ടി. നമുക്ക് തന്നേക്കുന്നത് എന്താ? ഡി എക്സ് ബൈ ഡി ടി നമുക്ക് തന്നിട്ടുണ്ട്. എത്ര? 2 സെന്റിമീറ്റർ പെർ സെക്കൻഡ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ? ഡി വൈ ബൈ ഡി ടി. അതാണ് കണ്ടുപിടിക്കേണ്ടത്. ഇനി അത് എപ്പോഴാണ് കണ്ടുപിടിക്കേണ്ടത്? ഫൂട്ട് ഓഫ് ദ ലാഡർ ഈസ് 4 മീറ്റർ അവേ. അതായത് ഈ ലെങ്ത് എന്താവണം? 4 മീറ്റർ ആവുമ്പോൾ അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അതായത് ഡി വൈ ബൈ ഡി ടി അറ്റ് എക്സ് ഈക്വൽ ടു 4 ആണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്? കണ്ടുപിടിക്കാനുള്ളത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ക്വസ്റ്റിനിൽ നിന്ന് മനസ്സിലാക്കി എടുക്കേണ്ടത്. ഒന്നുകൂടെ പറഞ്ഞുതരാം. എന്താന്ന് നോക്കിയേ, ഒരു ലാഡർ ചാരി വെച്ചിട്ടുണ്ട്. അതിന്റെ ഫൂട്ട് പിടിച്ച് വലിക്കുകയാണ്. ആ വലിക്കുന്ന റേറ്റ് തന്നിട്ടുണ്ട്. എത്ര? 2 സെന്റിമീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ ആണേ? ഓക്കെ, ഇനി ആ ലാഡറിന്റെ ഹൈറ്റ് എങ്ങനെയാണ് ഇൻക്രീസ് ചെയ്യുന്നത്? ആ വാളിലോട്ട് ചാരി വെച്ചിരിക്കുന്ന ഈ വാളുമായിട്ടുള്ള ഹൈറ്റ് ഉണ്ടല്ലോ,
ആ ഹൈറ്റ് എങ്ങനെയാണ് ഡിക്രീസ് ചെയ്യുന്നതെന്നാണ് നമ്മൾ എന്ത് ചെയ്തേക്കുന്നത് ചോദിച്ചേക്കുന്നത്. ഉറപ്പായിട്ടും ഡിക്രീസ് ചെയ്യുമായിരിക്കുമല്ലോ. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇവിടുന്ന് ഇത് ഇങ്ങോട്ട് പിടിച്ചു കഴിഞ്ഞാൽ ഇത് താഴോട്ടല്ലേ വരത്തുള്ളൂ. സോ ഈ ഹൈറ്റ് എന്ത് ചെയ്യും, വൈ ഹൈറ്റ് എന്ത് ചെയ്യും, ഡിക്രീസ് ചെയ്യും. ആ വൈ ഹൈറ്റ് ഡിക്രീസ് ചെയ്യുന്ന എന്താ ചോദിച്ചേക്കുന്നത്, റേറ്റാ ചോദിച്ചേക്കുന്നത്. കണ്ടോ, ഡി വൈ ബൈ ഡി ടി ആ ചോദിച്ചേക്കുന്നത് അറ്റ് എക്സ് ഈക്വൽ ടു 4. അപ്പൊ ഇത് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്ത്, നമുക്ക് ആദ്യമേ ഒരു ഇക്വേഷൻ വേണം. നമുക്ക് കഴിഞ്ഞ പ്രോബ്ലത്തിലൊക്കെ നമുക്ക് എന്ത് ഉണ്ടായിരുന്നു, നമ്മൾ മുന്നേ ചെയ്ത പ്രോബ്ലത്തിലെല്ലാം നമുക്കൊരു ഇക്വേഷൻ ഉണ്ടായിരുന്നു. ഇവിടെ എന്തില്ല, ഇക്വേഷൻ ഇല്ല. അതാണ് ഈ പ്രോബ്ലത്തിന്റെ പ്രത്യേകത. അപ്പൊ നമുക്ക് എന്ത് വേണം, നമുക്കൊരു ഇക്വേഷൻ ഉണ്ടാക്കണം. നമ്മൾ എങ്ങനെ ഇക്വേഷൻ ഉണ്ടാക്കും, എളുപ്പമാണ്. അതിനാണ് നമ്മുടെ പൈതഗോറസ് തിയറം ഉള്ളത്. ഒരു ഏണി ചാരി വെച്ചേക്കുക, ഈ ഡിസ്റ്റൻസ് എക്സ് ആയിക്കോട്ടെ, ഇത് വൈ ആയിക്കോട്ടെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു എന്തായിരിക്കും, 5² ആയിരിക്കും. ഓക്കെ ആണേ, ഓക്കെ. ഇനി ഞാൻ എന്താണ്ട് നോക്കിയാൽ രണ്ട് സൈഡും എന്ത് ചെയ്യാൻ പോവാ, ഡെറിവേറ്റ് ചെയ്യാൻ പോവാ. ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും എന്ത് ചെയ്യാൻ പോവാ, ഡെറിവേറ്റ് ചെയ്യാൻ പോവാ. വിത്ത് റെസ്പെക്ട് ടു എന്തിലാ, ടൈമിൽ. വിത്ത് റെസ്പെക്ട് ടു എന്തിലാ, ടൈമിൽ. കാരണം എന്താ, നമുക്ക് വേണ്ടുന്നത് ഡി എച്ച് ബൈ ഡി ടിയും ഡി വൈ ബൈ ഡി ടി ഒക്കെ. സോ നമ്മൾ എന്ത് ചെയ്യും, വിത്ത് റെസ്പെക്ട് ടൈമിൽ എന്ത് ചെയ്യും, ഡെറിവേറ്റ് ചെയ്യും. റൈറ്റ് ഹാൻഡ് സൈഡ് ഡെറിവേറ്റ് ചെയ്താൽ എന്തോ ആവും, 0 ആവും. കാരണം അതൊരു കോൺസ്റ്റന്റ് ആ. വിത്ത് റെസ്പെക്ട് എന്തിലോ ആയിക്കോട്ടെ, ഒരു കോൺസ്റ്റന്റ് ഡെറിവേറ്റ് ചെയ്താൽ എന്ത് തന്നെയാ, 0 തന്നെയാണ്. ഓക്കെ, ഇതിനെ എങ്ങനെ ഡെറിവേറ്റ് ചെയ്യും, ഇതാണ്ട് ഡി ബൈ ഡി ടി ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് ഡി ബൈ ഡി ടി ഓഫ് വൈ സ്ക്വയർ. നമുക്ക് ആൻസർ എന്ത് കിട്ടും, വിച്ച് ഈസ് ഈക്വൽ ടു 0, വിച്ച് ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എന്താ, 2x. പക്ഷെ വിത്ത് റെസ്പെക്ട് ടു ടൈമിലായിരുന്നു. അപ്പൊ എന്തുകൊണ്ട്, ഇൻറ്റു ഡി എക്സ് ബൈ ഡി ടി ഉണ്ട്. പ്ലസ് വൈ സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എന്താ, 2y. പക്ഷെ വിത്ത് റെസ്പെക്ട് ടു ടൈമിലായിരുന്നു. സോ ഇൻറ്റു എന്തുകൊണ്ട്, ഡി വൈ ബൈ ഡി ടി ഉണ്ട്. ഈസ് ഈക്വൽ ടു എന്താ, 0. ഓക്കെ, ഓക്കെ. അങ്ങനെയാണെങ്കിൽ പറ, നമുക്ക് ഡി വൈ ബൈ ഡി ടി അല്ലേ കണ്ടുപിടിക്കേണ്ടത്. സോ ഡി വൈ ബൈ ഡി ടി ഒരിടത്തിടും, ബാക്കിയുള്ളതിനെല്ലാം നമ്മൾ എന്ത് ചെയ്യും, അപ്പുറത്തോട്ട് കൊണ്ടുപോകും. ഓക്കെ ആണേ, ഓക്കെ. സോ 2y ഇൻറ്റു ഡി വൈ ബൈ ഡി ടി ഈസ് ഈക്വൽ ടു മൈനസ് 2x ഇൻറ്റു ഡി എക്സ് ബൈ ഡി ടി. 2ഉം 2ഉം ക്യാൻസൽ ആയിപ്പോയി. അപ്പൊ ഡി വൈ ബൈ ഡി ടി എന്താ, ഡി വൈ ബൈ ഡി ടി, ഡി വൈ ബൈ ഡി ടി ഈസ് ഈക്വൽ ടു ഇതാ നോക്കിക്കേ, എക്സ് ബൈ വൈ ഇൻറ്റു ഡി എക്സ് ബൈ ഡി ടി. ഇവിടം വരെ ശരിയാണേ, ആണ്. അങ്ങനെയാണെങ്കിൽ പറ ഡി വൈ ബൈ ഡി ടി ഈസ് ഈക്വൽ ടു എക്സ് ബൈ വൈ. എക്സ് എത്ര തന്നിട്ടുണ്ട്, 4 ആണ് തന്നിട്ടുണ്ട്. സോ എക്സ് 4 ആ. വൈ എത്ര, എക്സ് 4 ആകുമ്പോൾ വൈ എത്ര ആകും, നമുക്കറിയാം. പൈതഗോറസ് തിയറം വീണ്ടും അപ്ലൈ ചെയ്യാം. 4² പ്ലസ് വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്താ, 5² ആ. എക്സ് 4 ആയി നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ വൈ എന്ത് കിട്ടും, y is equal to root of 5² minus 4², which is equal to root of 25 minus 16, root 4 കിട്ടും, അല്ലെങ്കിൽ 2 കിട്ടും. ഓക്കെ ആണോ, 25 16 പോയ എത്ര ഡേ, 25 16 പോയ എത്ര, 16 4 20, 4 24 9. ഓ സോറി, 9 കിട്ടും. റൂട്ട് 9 എന്ന് പറയുമ്പോൾ 3 കിട്ടും, 3 കിട്ടും. y എത്ര കിട്ടും, 3 കിട്ടും. സോ y 3 കിട്ടി. ഇൻറ്റു ഡി എക്സ് ബൈ ഡി ടി നമ്മുടെ കയ്യിലുണ്ടോ, തന്നിട്ടുണ്ടോ, എത്ര, 2. ഡി എക്സ് ബൈ ഡി ടി നമുക്ക് തന്നിട്ടുണ്ട് എത്ര, 2 സെന്റിമീറ്റർ പെർ സെക്കൻഡ് തന്നിട്ടുണ്ട്. ഓക്കെ, ഓക്കെ. ഇനി ഇതിന്റെ ടേംസിൽ ഒരു മൈനസ് ഉണ്ടായിരുന്നു അല്ലേ, ഒരു മൈനസ് ഉണ്ടായിരുന്നു. ഡി വൈ ബൈ ഡി ടി സിയിൽ മൈനസ് എക്സ് ബൈ വൈ. സോ മൈനസ് ഉണ്ടായിരുന്നു. വിച്ച് ഈസ് ഈക്വൽ ടു ആൻസർ എന്ത് കിട്ടും, ഡി വൈ ബൈ ഡി ടി ആൻസർ എന്ത് കിട്ടും, മൈനസ് 8/3 സെന്റിമീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. ഓക്കെ ആണോ, ഓക്കെ. സോ എക്സ് ഈക്വൽ ടു 4 ആയിരുന്ന സമയത്ത് y എന്താവും നമ്മൾ കണ്ടുപിടിച്ചു. ഡി എക്സ് ബൈ ഡി ടി എന്താണ് നമ്മൾ ആൾറെഡി അറിയാം നമുക്കത്. കാരണം എന്താ, നമുക്കത് പിടിച്ചു വലിക്കുന്ന റേറ്റ് നമുക്ക് തന്നിട്ടുണ്ടല്ലേ, 2 സെന്റിമീറ്റർ പെർ സെക്കൻഡ്. അതായത് ഈ എക്സ് എങ്ങനെ ആയിരിക്കും ചേഞ്ച് ചെയ്യുന്നത്, 2 സെന്റിമീറ്റർ പെർ സെക്കൻഡിലായിരിക്കും. ഓക്കെ ആണേ, ഓക്കെ. സോ ഡി വൈ ബൈ ഡി ടി അറ്റ് എക്സ് ഈക്വൽ ടു നമ്മൾ കണ്ടുപിടിച്ചല്ലോ, ഡി വൈ ബൈ ഡി ടി അറ്റ് എക്സ് ഈക്വൽ ടു 4 ആണ് നമ്മൾ എന്ത് ചെയ്തത്, കണ്ടുപിടിച്ചത്. ഓക്കെ ആണേ, ഓക്കെ. സോ ഈസി അല്ലായിരുന്നോ പ്രോബ്ലം, ഈസി ആയിരുന്നു പ്രോബ്ലം. ഇത് ആകെ മനസ്സിലാക്കാൻ ഒരു ഒറ്റ കാര്യമുള്ളൂ, എന്താ, നമുക്കൊരു ഇക്വേഷൻ ഉണ്ടാക്കണം. നമുക്ക് മുന്നേ ചെയ്ത പ്രോബ്ലംസിനകത്തെല്ലാം നമുക്ക് എന്തുണ്ടായിരുന്നു, ഇക്വേഷൻ തന്നിട്ടുണ്ടായിരുന്നു. നമുക്കൊരു ഇക്വേഷൻ ഉണ്ടായിരുന്നു, നമുക്കൊരു ഇക്വേഷൻ അറിയായിരുന്നു. ഇവിടെ നമുക്ക് എന്ത് ചെയ്യേണ്ടി വന്നു, ഇക്വേഷൻ ഉണ്ടാക്കേണ്ടി വന്നു. ഇക്വേഷൻ ഉണ്ടാക്കാൻ വല്ല പാടും ഉണ്ടായിരുന്നോ, ഒരു പാടുമില്ല. നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഓക്കെ, ഓക്കെ. നോക്കാം, അങ്ങനെയാണെങ്കിൽ അടുത്ത പ്രോബ്ലം നോക്കാം. A particle moves along the curve 6y is equal to x cube plus 2. Find the points on the curve at which y coordinate is changing 8 times as fast as the x coordinate.
എന്താ ചോദിച്ചേക്കുന്നത്? നമുക്കൊരു കർവിന്റെ ഇക്വേഷൻ തന്നിട്ടുണ്ട് ഇല്ലയോ? എന്താ തന്നിരിക്കുന്നത്? 6y ഈസ് ഈക്വൽ ടു എക്സ് ക്യൂബ് പ്ലസ് 2 എന്ന് പറയുന്ന ഒരു കർവ് തന്നിട്ടുണ്ട്. ഇനി എന്താ ചോദിച്ചേക്കുന്നത്? എന്താ? ഫൈൻഡ് ദ പോയിന്റ്സ് ഓൺ ദ കർവ് അറ്റ് വിച്ച് y coordinate is changing. Y coordinate is changing 8 times as fast as x coordinate. അപ്പൊ y coordinate ചേഞ്ച് ചെയ്യുന്നുണ്ട് വിത്ത് റെസ്പെക്ട് എന്തിലാ? ആസ് ഫാസ്റ്റ് ആസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ എന്തായിരിക്കും? ഉറപ്പായിട്ട് എന്തായിരിക്കും അത്? വിത്ത് റെസ്പെക്ട് ടു ടൈമിലായിരിക്കും അല്ലയോ? സോ y കോർഡിനേറ്റ് ചേഞ്ച് ചെയ്യുന്നു dy/dt. എത്ര ഫാസ്റ്റ് ആയിട്ട്? 8 times as fast as x കോർഡിനേറ്റ്. അതായത് 8 times as fast as x കോർഡിനേറ്റ്. അതായത് x കോർഡിനേറ്റിന്റെ ചേഞ്ച് എന്താ എഴുതാം? dx/dt എന്ന് എഴുതിക്കൂടെ? എഴുതാം. സോ y കോർഡിനേറ്റ് ചേഞ്ച് ചെയ്യുന്നത് എങ്ങനായിരിക്കും? 8 times of rate of change of x കോർഡിനേറ്റ്. അതായത് dx/dt യുടെ 8 times ആയിരിക്കും തോന്നുന്നത് dy/dt. ഇത് എപ്പോഴാണെന്നാ സംഭവിക്കുന്നത്? ഇത് എപ്പോഴാണെന്നാ ചോദിക്കുന്നത് അല്ലയോ? ഇതിങ്ങനെ സംഭവിക്കുന്നത് എക്സും വൈയും എത്രയൊക്കെ ആകുമ്പോഴാണ് ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നതെന്ന് എന്ത് ചെയ്തേക്കുന്നത്? ചോദിച്ചേക്കുന്നത്. നമ്മൾ ഇതിന്റെ ഗ്രാഫ് വരച്ച് നോക്കുമ്പോൾ ഏതെങ്കിലും ഒരു ഗ്രാഫ് കിട്ടും, ഒരു കർവ് കിട്ടും. ഇങ്ങനെ ഒരു കർവ് ആയിരിക്കും. ആ കർവിന്റെ ഏതോ ഒരു പോയിന്റ് നോക്കുമ്പോൾ, ഏതോ ഒരു x, പോയിന്റ് എടുക്കുമ്പോൾ അവിടെയുള്ള വൈയുടെ ചേഞ്ച് എങ്ങനെ ആയിരിക്കും? വൈയുടെ ചേഞ്ച് എക്സിന്റെ ചേഞ്ചിന്റെ 8 ടൈംസ് ആയിരിക്കും. എക്സിന്റെ ചേഞ്ചിന്റെ 8 ടൈംസ് ആയിരിക്കും. സോ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ഈ പോയിന്റ് കണ്ടുപിടിക്കണം. x, എന്ന് പറയുന്ന പോയിന്റ് നമുക്ക് എന്ത് ചെയ്യണം? കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. നമുക്ക് കർവിന്റെ ഇക്വേഷൻ തന്നിട്ടുണ്ട്. 6y ഈസ് ഈക്വൽ ടു എന്താ? എക്സ് ക്യൂബ് പ്ലസ് 2. നമുക്കിവിടെ വേണം dy/dt യും dx/dt യും വേണം. സോ നമ്മൾ എന്ത് ചെയ്യും? ഉറപ്പായിട്ട് ഈ ഫംഗ്ഷനെ വിത്ത് റെസ്പെക്ട് ടു ടൈമിൽ എന്ത് ചെയ്യും? അങ്ങ് ഡെറിവേറ്റ് ചെയ്യും. വിത്ത് റെസ്പെക്ട് ടു ടൈമിൽ ലെഫ്റ്റിലും റൈറ്റിലും എന്ത് ചെയ്യും? ഡെറിവേറ്റ് ചെയ്യും. 6 കോൺസ്റ്റന്റ് അത് അതേപോലെ എഴുതി. വിത്ത് റെസ്പെക്ട് ടു ടൈമിൽ y ഡെറിവേറ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? dy/dt കിട്ടും. ഇനി വിത്ത് റെസ്പെക്ട് ടു ടൈമിൽ എക്സ് ക്യൂബിനെ ഡെറിവേറ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 3x² കിട്ടും. എക്സ് ക്യൂബിന്റെ ഡെറിവേറ്റീവ് എന്താ? 3x². പക്ഷെ നമുക്കറിയാം വിത്ത് റെസ്പെക്ട് ടു എക്സിലല്ല ചെയ്തത്, വിത്ത് റെസ്പെക്ട് ടു എന്തിലാ? ടൈമിലാ ചെയ്തത്. സോ നമുക്ക് എന്ത് വേണം? ഇൻറ്റു dx/dt വേണം. പ്ലസ് 2ന്റെ ഡെറിവേറ്റീവ് എന്താ? വിത്ത് റെസ്പെക്ട് ടു എന്തോ ആയിക്കോട്ടെ, 2 കോൺസ്റ്റന്റ്. 2ന്റെ ഡെറിവേറ്റീവ് എന്താ? 0. ഓക്കെ ആണേ? ഓക്കെ. സോ നമുക്കൊരു ഇക്വേഷൻ കിട്ടി. 6 × dy/dt ഈസ് ഈക്വൽ ടു 3x² × dx/dt. ഇക്വേഷൻ കിട്ടി. ഇനി നമ്മുടെ എന്താ പറഞ്ഞിരിക്കുന്നത്? നമ്മൾ കണ്ടീഷൻ എന്താ പറഞ്ഞിരിക്കുന്നത്? dy/dt എത്ര ആവണം? 8 times dx/dt ആവണം. അപ്പോൾ എക്സ്, അത് ഏത് എക്സിലും വൈയിലുമാണ് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നതെന്ന് ചോദിച്ചിരിക്കുന്നത്. ഏതോ ഒരു പോയിന്റിൽ x, y എന്ന് പറയുന്ന ഏതോ ഒരു പോയിന്റിൽ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ആവുന്നുണ്ട്. ആ പോയിന്റ് ഏതാണെന്നാ എന്ത് ചെയ്തേക്കുന്നത്? ചോദിച്ചേക്കുന്നത്. നമുക്ക് എന്ത് ചെയ്യാം? ഈ കണ്ടീഷൻ ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിൽ നിന്ന് എക്സ് കണ്ടുപിടിക്കാം. താണ്ട ഞാൻ ആ കണ്ടീഷൻ അപ്ലൈ ചെയ്യാൻ പോവാ. dy/dt ക്ക് പകരം എന്ത് കൊടുക്കാൻ പോവാ? 6 × dy/dt ക്ക് പകരം എന്ത് കൊടുക്കാൻ പോവാ? 8 × dx/dt ചെയ്യാൻ പോവാ. 8 × dx/dt കൊടുക്കാൻ പോവാ. which is equal to 3x² × dx/dt. അപ്പൊ dx/dt യും dx/dt എന്ത് ചെയ്തോളും? ക്യാൻസൽ ആയി പോയിക്കോളും. ഓക്കെ. അപ്പൊ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന സമയത്ത് എക്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. എത്ര? 6നെ നമുക്ക് ക്യാൻസൽ ചെയ്യാലോ. dx/dt യും dx/dt യും ക്യാൻസൽ ചെയ്യാം. 3യും 6ഉം ക്യാൻസൽ ചെയ്യാം. സോ 8 × 2 എത്ര? 16 അല്ലയോ? 16. സോ 16 ഈസ് ഈക്വൽ ടു എന്തെന്ന് കിട്ടും? x² എന്ന് കിട്ടും. സോ x ഈസ് ഈക്വൽ ടു എന്താ? +or-4 എന്ന ആൻസർ കിട്ടും. x ഈക്വൽ ടു എന്ത് കിട്ടും? +or-4 എന്ന് കിട്ടും. അപ്പൊ x പോയിന്റ് കിട്ടി. x എത്ര? ഒന്നെങ്കിൽ +4 അല്ലെങ്കിൽ -4. ഓക്കെ. അപ്പം when x is equal to +4, x 4 ആണെങ്കിൽ y എന്താകും? ദാ ഇക്വേഷനകത്ത് ഇട്ട് കൊടുത്താൽ മതി. ഇക്വേഷനകത്ത് ഇട്ട് കൊടുക്കുമ്പോൾ ആൻസർ കിട്ടും. when x equal to 4, നമുക്കറിയാം 6y is equal to 4³ + 2 അല്ലേ? y is equal to എത്ര? 4³ എന്ന് പറയുമ്പോൾ എത്ര? 4³ എന്ന് പറയുമ്പോൾ 64 + 2 66 divided by 6 11. ചെയ്തു നോക്ക്. സിമ്പിൾ പ്രോബ്ലം. ചെയ്തു നോക്ക്. y is equal എത്ര കിട്ടും? 11 കിട്ടും. സോ when x equal to 4 ആണെങ്കിൽ y is equal എത്ര? 11. സോ പോയിന്റ് കിട്ടി. x, y പോയിന്റ് കിട്ടി. x, y എന്ന് പറയുന്ന പോയിന്റ് ഏതാ? 4,11. അവിടെ ഏത് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും? ദാണ്ട് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും. ഓക്കെ ആണേ? ഓക്കെ. ഇനി ഒരു ചാൻസ് കൂടെ ഉണ്ടല്ലോ. അത് ഏതാ ചാൻസ്? when x is equal to -4. അത് അടുത്ത കണ്ടീഷൻ അല്ലേ? x equal to
-4. -4 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ എന്ത് കിട്ടും? 6y = -4ന്റെ ക്യൂബ് എടുത്താൽ -64 കിട്ടും അല്ലയോ? +2 which is equal to -62 കിട്ടും. -62 കിട്ടും. സോ y = -62 ഡിവൈഡഡ് ബൈ 6 എന്ന് കിട്ടും. ക്യാൻസൽ ചെയ്യാൻ പറ്റുമോ? എന്ത് വെച്ച് ക്യാൻസൽ ചെയ്യാം? നമുക്ക് 62 ഡിവൈഡഡ് ബൈ 6 ചെയ്ത് നോക്കാം. 62നെ നമുക്ക് നേരെ പകുതി എടുക്കും. 62ന്റെ നേരെ പകുതി എത്ര? 62ന്റെ പകുതി 31 ഡിവൈഡഡ് ബൈ 6ന്റെ പകുതി 3. ഓക്കെ, സോ -31 ഡിവൈഡഡ് ബൈ 3. നമുക്ക് ഇനി ക്യാൻസൽ ചെയ്യാൻ പറ്റും? ഇനിയില്ല. സോ x, y ഏതുമാകാം? രണ്ട് കണ്ടീഷൻസ് കിട്ടി. x, y ഏതുമാകാം? -4, -31/3. ഈ പോയിന്റിലും ഈ കണ്ടീഷൻ എന്ത് ചെയ്യുന്നുണ്ട്? സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അപ്പൊ മക്കളെ ഇവിടെ എന്തായിരുന്നു ചോദിച്ചത്? നമുക്കൊരു കർവ് തന്നിട്ടുണ്ട്. ആ കർവിലെ ഏതോ ഒരു പോയിന്റിൽ കണ്ടോ, ഏതോ ഒരു പോയിന്റിൽ എന്ത് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്? dy/dt = 8 × dx/dt സാറ്റിസ്ഫൈ ആവുന്നുണ്ട്. അപ്പൊ നമുക്ക് മനസ്സിലായി നമ്മൾ ക്വസ്റ്റ്യൻ ഏതാ തന്നേക്കുന്നത്? കണ്ടോ, the curve at which y coordinate is changing 8 times as fast as x coordinate. x coordinate ചേഞ്ച് ചെയ്യുന്നതിന്റെ 8 times ആയിട്ട് ഫാസ്റ്റ് ആയിട്ട് ആര് ചേഞ്ച് ചെയ്യും? dy/dt ചേഞ്ച് ചെയ്യും. ഓക്കെ ആണേ? ഓക്കെ, അങ്ങനെ തന്നേക്കുന്നത്. അപ്പൊ അതിൽ നമുക്ക് എന്ത് ചെയ്തു? പോയിന്റ്സ് എല്ലാം കിട്ടി. നമ്മൾ ആ കണ്ടീഷൻ എടുത്ത് എന്ത് ചെയ്തു? അപ്ലൈ ചെയ്തു. അപ്പൊ നമുക്ക് ഫസ്റ്റ് നമ്മൾ ചെയ്തത് എന്താ? നമുക്ക് തന്നേക്കുന്ന ഇൻഫർമേഷൻ അതേപോലെ എടുത്ത് എഴുതി. ഇനി നമുക്ക് മനസ്സിലായി അപ്പൊ dy/dt യും dx/dt ഒക്കെ വരുന്ന ഒരു ഇക്വേഷൻ നമുക്ക് വേണം. ആ ഇക്വേഷൻ എങ്ങനെ ഉണ്ടാക്കും? ഇക്വേഷൻ ഉണ്ടാക്കാൻ എളുപ്പമാണ്. കാരണം നമുക്ക് ആ കർവിന്റെ ഇക്വേഷൻ തന്നിട്ടുണ്ട്. എന്ത് ചെയ്താൽ മതി? സിംപ്ലി ഡെറിവേറ്റ് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് dy/dt dx/dt ഒക്കെ കിട്ടി. ഇനി എന്ത് ചെയ്തു? dy/dt പകരം ഞാൻ എന്ത് കൊടുത്തു? 8 × dx/dt ചെയ്തു. കട്ട് ചെയ്ത് കളഞ്ഞു. എക്സിന്റെ വാല്യൂ നമുക്ക് എന്ത് ചെയ്തു? ആ ഇക്വേഷനിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റി. അപ്പൊ എക്സ് കിട്ടിക്കഴിഞ്ഞാൽ എക്സ് എടുത്ത് കർവിന്റെ ഇക്വേഷനകത്ത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആരെ കിട്ടും? നമുക്ക് y കിട്ടും. ഓക്കെ, എക്സിന് രണ്ട് പോസിബിലിറ്റി ഉണ്ടായിരുന്നു. ഒന്നുകിൽ +4 അല്ലെങ്കിൽ -4. സോ രണ്ടും നമ്മൾ എന്ത് ചെയ്തു? ഇട്ട് കൊടുത്തു. എക്സിന്റെ വൈന്റെ വാല്യൂ സെപ്പറേറ്റ് കണ്ടുപിടിച്ചു. ഓക്കെ ആണോ? ഓക്കെ, സോ ഈ പോയിന്റിലും എന്ത് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്? ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഓക്കെ അല്ലേ? സിമ്പിൾ അല്ലേ? സിമ്പിളാ. നോക്കാം. അങ്ങനെയാണെങ്കിൽ അടുത്ത പ്രോബ്ലം നോക്കാം. മക്കളെ നോക്കിയേ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. The radius of an air bubble is increasing at the rate of 1/2 cm/s. At what rate is the volume of the bubble increasing when radius is 1 cm? ഒന്നുമില്ല, എന്താ ചോദിച്ചിരിക്കുന്നത്? At what rate is the volume of the bubble increasing? അതായത് volume of the bubble dv/dt. റേറ്റ് എന്ന് മാത്രമല്ലേ ചോദിച്ചിട്ടുള്ളൂ? വാട്ട് റേറ്റ് എന്ന് മാത്രമല്ലേ ചോദിച്ചിട്ടുള്ളൂ? വിത്ത് റെസ്പെക്ട് വല്ലതും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അതിനർത്ഥം എന്താ? വാട്ട് റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിത്ത് റെസ്പെക്ട് ടു ടൈമിൽ തന്നെ പറഞ്ഞിരിക്കുന്നത് അല്ലയോ? അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആണെങ്കിൽ എടുത്ത് പറഞ്ഞേനെ. വിത്ത് റെസ്പെക്ട് ടു എന്നും പറഞ്ഞ് എടുത്ത് പറഞ്ഞേനെ. അങ്ങനെ എടുത്ത് പറഞ്ഞിട്ടില്ല, റേറ്റ് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളെങ്കിൽ അതിന്റെ മീനിങ് എന്താ? വിത്ത് റെസ്പെക്ട് ടു ടൈമിലാ ചെയ്യേണ്ടത് അല്ലേ? സോ dv/dt നമുക്ക് എന്ത് ചെയ്യേണ്ടത്? കണ്ടുപിടിക്കാനുള്ളത്. അറ്റ് r = എത്രയില്ല? 1 സെന്റിമീറ്ററിലുള്ള dv/dt നമുക്ക് എന്ത് ചെയ്യാനുള്ളത്? കണ്ടുപിടിക്കാൻ ഉള്ളത്. ഓക്കെ, the radius of an air bubble is increasing at the rate of. റേഡിയസ് ഇൻക്രീസ് ചെയ്യുന്ന റേറ്റ് തന്നിട്ടുണ്ട് അല്ലയോ? അതായത് dr/dt നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? തന്നിട്ടുണ്ട് അല്ലേ? 1/2 cm/s. അപ്പൊ തന്നെ മനസ്സിലാവും ശരിക്കും പറഞ്ഞാൽ വോളിയത്തിന്റെ ചേഞ്ച് എങ്ങനെയാ ചോദിച്ചിരിക്കുന്നത്? dv/dt ആ. കണ്ടോ, dr/dt തന്നിരിക്കുന്നത് cm/s. അതായത് ഒരു സെക്കൻഡിൽ ഉള്ള ചേഞ്ച്. ഒരു സെക്കൻഡ് എത്ര ചേഞ്ച് ആവുന്നത്? 1/2 സെന്റിമീറ്റർ വെച്ച് ഒരു സെക്കൻഡിൽ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? കൂടിക്കൊണ്ടിരിക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആ വോളിയത്തിന് ഉണ്ടാവുന്ന ചേഞ്ചാ ചോദിച്ചേക്കുന്നത്. നമുക്കറിയാം സ്പിയറിന്റെ വോളിയം എന്താ? ഇതെന്താ? എയർ ബബിൾ എന്ന് പറഞ്ഞാൽ എന്താ? എയർ ബബിൾ എന്ന് പറഞ്ഞാൽ സ്പെറിക്കൽ ഷേപ്പ് അല്ലെ? എയർ ബബിൾ എന്തൊരു ഷേപ്പാ? സ്പെറിക്കൽ ഷേപ്പാ. സ്പെറിക്കൽ ഷേപ്പിൽ സ്പിയറിന്റെ വോളിയം എന്താ മക്കളെ? v = 4/3 πr³ ആണേ? ആണ്. അങ്ങനെയാണെങ്കിൽ പറ dv/dt എന്താ? dv/dt = d/dt ഓഫ് വോളിയത്തിന് പകരം നമുക്ക് എന്ത് എഴുതാം? 4/3 πr³ എന്ന് എഴുതാം. which is equal to 4/3 കോൺസ്റ്റന്റ് വെളിയിൽ എഴുതി, 4/3 കോൺസ്റ്റന്റ് വെളിയിൽ എഴുതി, പൈ കോൺസ്റ്റന്റ് വെളിയിൽ എഴുതി. ഡെറിവേറ്റീവ് ഓഫ് d/dt ഓഫ് r³ which is equal to 4/3 into pi into ഡെറിവേറ്റീവ് ഓഫ് r³ എന്തുവാ? r³ ഡെറിവേറ്റീവ് 3r² into എന്ത് വേണം? വിത്ത് റെസ്പെക്ട് ടു t ല. കണ്ടോ, വിത്ത് റെസ്പെക്ട് ടു r ലല്ല, വിത്ത് റെസ്പെക്ട് ടു t ല. സോ എന്ത് വേണം? into dr/dt. എല്ലാം നമ്മുടെ കയ്യിലില്ലയോ? എല്ലാം നമ്മുടെ കയ്യിലുണ്ട്. എന്തൊക്കെ ഇട്ട് കൊടുത്താൽ മതി അല്ലയോ? 3 ഉം 3 ഉം ക്യാൻസൽ ആയി. നമുക്ക് എന്തോ കിട്ടി? 4 pi
ആർ സ്ക്വയർ ഇൻറ്റു ഡി ആർ ബൈ ഡി ടിക്ക് പകരം നമുക്ക് എന്ത് കൊടുക്കാം 1/2 എന്ന് കൊടുക്കാം. അപ്പൊ ആൻസർ എന്ത് കിട്ടി 2πr² എന്ന് ആൻസർ കിട്ടി. 2ഉം 4ഉം ക്യാൻസൽ ആവും അല്ലേ? സോ 2πr² എന്ന് ആൻസർ കിട്ടി. നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താ ഡി വി ബൈ ഡി ടി അറ്റ് ആർ ഈസ് ഈക്വൽ ടു 1 അല്ലേ? അപ്പൊ നമ്മുടെ ആൻസർ എന്ത് കിട്ടും 2π. ആർ സ്ക്വയറിന് പകരം എന്ത് കൊടുത്താൽ മതി 1 കൊടുത്താൽ മതി. സോ ആൻസർ എന്ത് കിട്ടും 2π. ആൻസർ നമുക്ക് എന്ത് കിട്ടും 2π എന്ന് കിട്ടും. സിമ്പിൾ അല്ലയോ? സിമ്പിൾ അല്ലയോ? സിമ്പിൾ. ഓക്കെ.